ഹലോ നമസ്കാരം എല്ലാവർക്കും വിളിയുമ്പോഴും ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. സൗണ്ടും കുറച്ച് കുറവാണ്. പനിയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. പിന്നെ തൊണ്ടയ്ക്ക് നീര് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇന്ന് അടയമ വിശേഷമാണ് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു അടയമ വിശേഷം ഇടുന്നത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എല്ലാ ഫലവൃക്ഷാദികളും കാച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പം മേമ്പൊടിക്ക് വേണ്ടി വീഡിയോയുടെ മേമ്പൊടിക്ക് വേണ്ടി ഒന്ന് ഇടാമെന്ന് വെച്ചു. അപ്പോൾ പൂക്കളെയും വെറുതെ വിട്ടില്ല, പൂക്കളെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ രാത്രി നല്ല ലൈറ്റായപ്പോൾ വിശന്നു. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ കടയിൽ, നമ്മൾ തുളുക്കുഴി ഉണ്ണിക്കുട്ടൻ്റെ കടയിൽ പോയി ബീഫും പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്ത് കുറേ നേരം ഇരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ക്ഷീണിതയായി വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഇത് ഉച്ചയ്ക്ക്, പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്കത്തുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രം എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം നമ്മൾ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം റെഡിയായി കഴിക്കാനായിട്ട് നമ്മളായിരുന്നു. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ ഒന്നും റെസിപ്പി ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ പനിയായതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് ഞായറാഴ്ചത്തെ. പിന്നെ ഇത് നമ്മളൊരു വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ്. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അഞ്ചുതെങ്ങ് കോട്ടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ കോട്ടയുടെ ഫ്രണ്ടിലത്തെ കാഴ്ചകളാണിത്. ആദ്യമായിട്ടാണ് ഞാൻ അഞ്ചുതെങ്ങ് കോട്ട കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോ, യൂട്യൂബ് വീഡിയോ ലാണ് ഞാൻ ഈ അഞ്ചുതെങ്ങ് കോട്ട ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ആ വഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അഞ്ചുതെങ്ങ് കോട്ട. നമ്മളെ സ്വന്തം അടുത്തുള്ള സ്ഥലത്തൊരു കോട്ട കാണാനായിട്ട്. ഇപ്പോൾ പപ്പൂസ് നല്ല അലമ്പായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലൊരു പോർഷൻ വരുന്നുണ്ട്. പപ്പു വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളും ഇല്ല, പക്ഷെ നല്ല ഭംഗിയായിരുന്നു. ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് പിന്നെ നോക്കുമ്പോൾ നല്ല കടലിൻ്റെ നല്ല വ്യൂ ആണ്. ഇതുപോലൊരു പാലം കണക്കുണ്ട്. അപ്പോൾ ഇതാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ ഇത് വന്നത്. നമുക്ക് കടലിൻ്റെ വ്യൂ നല്ലോണം കാണാം. പിന്നെ അപ്പുറത്ത് ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പൂസിനൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഹൗസിൽ കയറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി കാണും വരെ ടാറ്റ ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.